ചിന്തയാവട്ടെ, പ്രവൃത്തിയാവട്ടെ, വാക്കുകളാവട്ടെ, പെരുമാറ്റങ്ങളാവട്ടെ, അത് അനുവദിക്കപ്പെട്ടതാണോ, അത് നല്ലതാണോ, അല്ലെങ്കിൽ നിർബന്ധമാണോ, ഈ മൂന്നാലൊന്നിന്റെ പരിധിയിൽ വരുന്നതിനെ കുറിച്ചാണ് ധാർമ്മികത എന്ന് പറയാം. അതേസമയത്ത് വേണ്ടാത്തൊരു കാര്യം, ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമാണെങ്കിൽ അത് ഹറാമായിട്ട് വരാം, കറാഹത്തായിട്ട് വരാം, നിർബന്ധമായും ഒഴിവാക്കപ്പെടേണ്ട ഹറാമായിട്ടും വരാം, ഒഴിവാക്കപ്പെടൽ ഏറ്റവും ഗുണകരമായി ഭവിക്കുന്ന കറാഹത്തായിട്ടും വരാം. അതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ അധാർമികത എന്ന് പറയുക. അതെങ്ങനെയാണ് ഒരു സംഗതി ധാർമ്മികവും മറ്റേത് അധാർമികവുമാകുക? എല്ലാ ആളുകൾക്കും സ്വീകാര്യമാവുക എന്നതാണോ? മുസ്ലിമിനും സ്വീകാര്യമാവുക, മുസ്ലിം അല്ലാത്തവർക്കും, മതമുള്ളവനും മതമില്ലാത്തവനും, സാമൂഹികവാദിക്കും വ്യക്തിവാദിക്കും, ഭൂമിയിലുള്ള എല്ലാ ഇരുകാലി മനുഷ്യന്മാർക്കും, എല്ലാവർക്കും സന്തോഷകരമായ, എല്ലാവരുടെയും കയ്യടി വാങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതാണോ ധാർമ്മികത? അങ്ങനെയാണോ ഒരു വിദ്യയെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തെ നാം നല്ലതാണെന്നും ധാർമ്മികമാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. ഇസ്ലാമിനും ഇസ്ലാം അല്ലാത്തവനും, അതുപോലെ വിശ്വാസിക്കും അവിശ്വാസിക്കും, ഈശ്വരവാദിക്കും നിരീശ്വരവാദിക്കും, സാമൂഹ്യവാദിക്കും വ്യക്തിവാദിക്കും, എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ആ നിലക്കുള്ള വിദ്യാഭ്യാസം, അതാണ് ധാർമ്മിക വിദ്യാഭ്യാസം എന്നോ, അതാണ് ക്വാളിറ്റി വിദ്യാഭ്യാസം എന്നോ? ഇല്ല, അത് ശരിയല്ല. അത് തികച്ചും തെറ്റായ ആശയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിപ്രേക്ഷ്യത്തിൽ ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആഖിറത്തിൽ അതിന് എന്തായിരിക്കും അതിന്റെ പ്രതിഫലനം, പ്രതികരണം, ഇത് നോക്കിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീൻ, പൂഴ്ത്തിവെപ്പുകാരെ സംബന്ധിച്ച് പരാമർശിക്കുന്ന അധ്യായം, അതിൽ പറയാണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ, പൂഴ്ത്തിവെപ്പുകാർക്കാണ് സകലമാന നാശവും. അപ്പൊ ആരാണ് പൂഴ്ത്തിവെപ്പുകാർ? അതിന്റെ നിർവചനം തന്നെ ഖുർആൻ പറയാൻ. ആരാണ് പൂഴ്ത്തിവെപ്പുകാർ? അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ, അവർ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും അങ്ങോട്ട്, മനുഷ്യന്മാരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് അളന്ന് വാങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അവർ അളന്നെടുക്കും. അതേ സമയത്ത് ഇദാ കാലൂഹും ഔ വസനൂഹും, മനുഷ്യന്മാർക്ക് അങ്ങോട്ട് എന്തെങ്കിലും അളന്നു കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ യുഖ്സിറൂന, അവര് നഷ്ടം വരുത്തിയിട്ടേ അവര് അത് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പരമാവധി പൂർത്തിയാക്കിയെടുക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ പരമാവധി വാങ്ങുന്നവന് നഷ്ടം വരുത്തുന്ന തന്റെ ലാഭം മാത്രം ലാക്കാക്കിക്കൊണ്ട് അവർ അളന്നു കൊടുക്കും. ഇത് ശരിയാണോ? ഇത് ധാർമ്മികമാണോ? ഇത് അധാർമികമാണോ? ഇത് ഹസനാണോ? ഇത് ഖബീഹാണോ? ഇതെങ്ങനെ തീരുമാനിക്കും? ഓരോരുത്തർക്കും എല്ലാവരുടെയും ന്യായം ഇതില് എങ്ങനെയാണ് ഒന്നിപ്പിക്കുക എന്നത് നോക്കിയിട്ടാണോ നല്ലതും ചീത്തതും മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ നമ്മുടെ ഇൽമിന്റെ പദ്ധതികളെ നാം ധാർമ്മികമായിട്ടും അധാർമികമായിട്ടും വേർതിരിക്കേണ്ടത്? അല്ല. പരിശുദ്ധ ഖുർആൻ തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് എന്താണ്? അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അത്തരക്കാരായ ആളുകൾ, പൂഴ്ത്തിവെപ്പുകാരായ ആളുകൾ, അവർ പുനർജീവിപ്പിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നില്ലേ? ലിയൗമിൻ അദീമിൻ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ മാനവരാശി മുഴുവൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസത്തിൽ, പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അന്നതിന്റെ വിധി പ്രഖ്യാപിക്കപ്പെടും. അതവർ മനസ്സിലാക്കുന്നില്ലേ? അപ്പൊ പരലോകത്ത് എന്താണ് ഇതിന്റെ ഗുണം, ഇതിന്റെ ദോഷം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു സംഗതി നല്ലതാണോ മോശപ്പെട്ടതാണോ, ക്വാളിറ്റി ഉള്ളതാണോ ക്വാളിറ്റി ഇല്ലാത്തതാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്.
അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങൾ, ഉന്നതരായ മുദരിസമാരുടെയും ഉസ്താദുമാരുടെയും കീഴിൽ ശരിയായ തർബിയത്ത് ലഭിച്ചുകൊണ്ട് ഇൽമ പകർന്നുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, നാം ഇന്ന് പ്രവേശിച്ചത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ ഏതാണ് സ്വർഗത്തിന്റെ വഴി? ഒരുപാട് ആളുകൾ ഇവിടെ സ്വർഗത്തിന്റെ വഴി അവകാശപ്പെടുന്നുണ്ട്. ഞങ്ങളാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന പല ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പരിശുദ്ധ ഇസ്ലാം, ഈ ഇസ്ലാമിന്റെ പരിശുദ്ധമായ തീരത്തുള്ള ഉമ്മത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ, അവരുടെ ഇടയിൽ തന്നെ പല കക്ഷികളുണ്ട്. ഈ കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. ജൂത ക്രൈസ്തവർ 70 ചില്ലാനമായി വിഭജിച്ചതുപോലെ എന്റെ ഉമ്മത്ത് 73 കൂട്ടരായിട്ട് വിട്ടുപിരിയും. ഭാവിയിൽ അങ്ങനെ വരാൻ പോകുന്നുണ്ട്. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു സരണിയുടെ ആളുകളല്ലാതെ 73-ൽ 72 നരകത്തിലാണ്. എല്ലാവരും ഒരുപോലെയാണെന്നല്ല, എല്ലാം ഒരുപോലെയാണ്. സുന്നിയായാലെന്താണ്, മുജാഹിദായാലെന്താ, ജമാഅത്തായാലെന്താ, തബ്ലീഗായാലെന്താ, മുസ്ലിമായ പോരെ എന്നല്ല റസൂലുള്ള പറഞ്ഞത്. മുസ്ലിമായ പോരെ എന്നല്ല റസൂലുള്ള പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ എന്നാണ്. ദുനിയാവിൽ മുസ്ലിമായ പോരാ, ആഖിറത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിലയിരുത്തണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴാണ് അത് നല്ലതാണോ മോശപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ദുനിയാവിൽ എല്ലാവരും മുസ്ലിമീങ്ങളാണ്, എല്ലാവരും ഉമ്മത്ത് മുസ്ലിമയിൽപ്പെട്ട മെമ്പർമാരാണ് എന്നതുകൊണ്ട് മാത്രമായില്ല. കുല്ലുഹും ഫിന്നാർ, ആ 73-ൽ 72 നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. അപ്പൊ പിന്നെ അതൊരു സസ്പെൻഷനിലായിട്ട് അവിടെ നിൽക്കണം. 73-ൽ 72 നരകത്തിൽ ഒന്നൊഴികെ. ഏതാണ് ആ ഒന്ന്? സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചോദ്യം വരും. ആ ചോദ്യം അവിടെ അനിവാര്യമായിട്ട് വരുന്നതും അത് ചോദിക്കപ്പെടേണ്ടതുമാണ്. സഹാബിമാർ ചോദിക്കുകയാണ്, വമാ ഹിയ യാ റസൂലല്ലാഹ്, ആ വിഭാഗം ഏതാണ് നബിയെ? അതാണ് ചോദ്യം. അത് സ്വാഭാവികമായിട്ട് ഉയർന്നു വരേണ്ട ചോദ്യമാണ്, ഉയർന്നു വന്ന ചോദ്യമാണ്, ചോദിക്കേണ്ട ചോദ്യമാണ്. അത് നാളേക്ക് എടുത്തു വെക്കേണ്ടത് ഒരു ചോദ്യമല്ല, വളരെ പ്രസക്തമായ അപ്പ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ഏതെങ്കിലും ശാഖാപരമായ ഒരു വിഷയത്തെ പറ്റിയല്ല, നാളെയോ മറ്റന്നാളോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയല്ല, നിലവിലെ വിഷയത്തെ പറ്റിയാണ്, പരലോക വിജയത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 നിലയിൽ അവിടെ മറുപടി പറഞ്ഞു. 3 ഒന്ന് തന്നെയാണ്, പക്ഷേ 3 വാക്കുകൾ ഒന്ന് മറ്റേതിന്റെ വ്യാഖ്യാനമായിട്ട് തഫ്സീറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു സരണിയിലാണോ ഉള്ളത് എങ്കിൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോൾ റസൂലുള്ള കൊണ്ടുവന്ന ഖുർആനും അവിടത്തെ ഹദീസും, ആ ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് പരിശുദ്ധ സ്വഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയെടുക്കുകയാണ്. കേവലം ഉമ്മത്തീങ്ങളിലെ 1-ാം നമ്പർ മെമ്പർമാര് എന്ന അർത്ഥത്തിലല്ല. നമ്മളൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ആദ്യം ചേർന്ന, ആദ്യം മെമ്പർഷിപ്പ് എടുത്ത, ആദ്യം 5 രൂപയുടെ കൂപ്പൺ മുറിച്ചെടുത്ത മെമ്പർമാര് എന്ന നിലക്ക് ചില പ്രാധാന്യങ്ങൾ ഉണ്ടാവും. ഒന്നാമതായിട്ട് വന്ന ആൾക്കാര് പറഞ്ഞില്ലേ, അതായത് നമ്മളെക്കാൾ ശേഷക്കാരനേക്കാൾ മുൻകാരക്കാരൻ എന്ന നിലയിലുള്ള മഹത്വമുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. മുൻകാലത്തുള്ളവർക്ക് പിൽക്കാലത്തുള്ളവരെക്കാൾ ആ നിലയിലുള്ള മഹത്വമുണ്ട്. ആ നിലക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ മനുഷ്യരെക്കാളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച സ്വഹാബിമാർക്ക് വസ്സാബിഖൂനൽ അവ്വലൂന ഉലൈകൽ മുഖറബൂൻ, ആദ്യമായി കടന്നു വന്ന, ആദ്യമായി ഒന്നാമതെത്തിയ ആളുകൾക്ക് ആ നിലക്കുള്ള ഫളുലും ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹ്യിന്റെ മറ്റൊരു ഇനമായ പരിശുദ്ധ സുന്നത്തും, ഇത് രണ്ടും എങ്ങനെ വിലയിരുത്തണം, മനസ്സിലാക്കണം എന്നതിന്റെ മാനദണ്ഡമായിട്ട് സ്വഹാബത്തിനെ വളർത്തിയെടുത്തു. അപ്പൊ അവർക്ക് വ്യക്തമായ പ്രാമാണികത കൂടിയുണ്ട് സ്വഹാബത്തിന്. ചെറിയൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ കാണാം, ഇതൊക്കെ നമ്മൾ റിയാദുസ് സ്വാലിഹീനിലെ ഹദീസാണ്. ഇവിടെ അധിക മുതഅല്ലിമീങ്ങളും റിയാദുസ് സ്വാലിഹീനിന്റെ ആ ലെവലിലുള്ള മുതഅല്ലിമീങ്ങളാണ് കൂടുതലും ഇവിടെ കാണുന്നത്. അപ്പോൾ റിയാദുസ് സ്വാലിഹീനിലുള്ള ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇദാ ദറബ അഹദുക്കും, നമ്മൾ ഓതിയ ഹദീസ് തന്നെയാണ്. ഇദാ ദറബ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ, ഒരു ഉസ്താദ് ശിഷ്യനെയോ അല്ലെങ്കിൽ ഒരു ബാപ്പ മകനെയോ ഒരാൾ മറ്റൊരാളെ അടിക്കുകയാണെങ്കിൽ, അടിക്കേണ്ടി വന്നാൽ, അടിക്കണം എന്നല്ല പറയുന്നത്, അടിക്കേണ്ടി വന്നാൽ ഫൽ യജ്തനിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. യു പിയിലെ ഒരു സ്കൂളില് അധ്യാപിക മുഹമ്മദൻ കുട്ടിയുടെ മുഖത്തടിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? മുഖത്തടിക്കണം, മുഖത്തടിക്കരുത് എന്നാണ്. മുഖം എന്ന് പറയുന്നത് അടിച്ച് കോലം കെടുത്താനുള്ളതല്ല. അങ്ങനെ അടി കിട്ടി, 2-3 അടി കിട്ടിയപ്പോ മുഖം അങ്ങനെ ചുവന്ന് തുടുത്തപ്പോ ടീച്ചർ പറഞ്ഞു, ഇപ്പൊ മുഖം ചുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പെരടിക്ക് അടിച്ചാൽ മതി. അങ്ങനെ പിന്നെ വരുന്ന കുട്ടി പെരടിക്കാണ് കൊടുക്കുന്നത്. ആ കുട്ടിയുടെ, ആ അടി കിട്ടിയ കുട്ടിയുടെ ദയനീയ കരച്ചില് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ ദറബ അഹദുക്കും, നിങ്ങൾ ഒരാൾക്ക് മറ്റൊരാളെ അടിക്കേണ്ടി വന്നാൽ ഫൽ യജ്തനിബിൽ വജ്ഹ, മുഖത്ത് അടിക്കരുത്. വലാ യഖൂലന്ന ഖബ്ബഹല്ലാഹു വജ്ഹക, അല്ലാഹു നിന്റെ മുഖത്തെ കോലം കെടുത്തട്ടെ എന്ന നിലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അപ്പൊ മുഖം കെടുത്തട്ടെ എന്ന് ദ്വാരക്കാൻ പാടില്ല. ഖബ്ബഹല്ലാഹു വജ്ഹക, മുഖം കെടുത്തട്ടെ എന്ന് നേർക്ക് നേരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു നിന്റെ മുഖം കെടുത്തിയിരിക്കുന്നു എന്നോ കെടുത്തട്ടെ എന്നോ ആ സമയത്ത് പറയരുത്. ആ നിലയിൽ അവനെ ആക്ഷേപിക്കരുത്. അപ്പൊ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാണ് കണ്ണിയത്ത് ഉസ്താദ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 1967 മുതൽ 1993 വരേക്കുമുള്ള ദീർഘകാലത്തെ അധ്യക്ഷനായി, സമസ്തയുടെ പ്രസിഡന്റായി, സമസ്തക്ക് നേതൃത്വം വഹിച്ച മഹാൻ, റഈസുൽ മുഹഖ്ഖീൻ എന്ന പണ്ഡിത ലോകം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി വിളിച്ച മഹാൻ, ഒരു പ്രശ്നം വന്നാൽ, ഒരു മതവിധി വന്നാൽ ആത്യന്തികമായി ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഒന്നിച്ചു പറയും, അത് റഈസുൽ മുഹഖ്ഖീനെ സമീപിക്കാം എന്ന്. അതിനപ്പുറം പിന്നെ ഒരു വാക്കില്ല, അതിനപ്പുറം പിന്നെ പണ്ഡിത ലോകത്ത് മറ്റൊരു വാക്കില്ല എന്ന് സാധാരണക്കാർ പോലും അംഗീകരിച്ച മഹാൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക നേതാവായി ഒന്നാമത്തെ മുശാവറ മെമ്പർമാരിൽ സ്ഥലം പിടിച്ച മഹാൻ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായൊരു ദുആയിൽ പറഞ്ഞു, അത്തരം സമസ്തക്കെതിരിൽ കേസ് കൊടുത്ത ആളുകളുടെ മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വേറെ ചില ആൾക്കാർ പറഞ്ഞു, അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് വേർക്കൂല, കാരണം അത് ഹദീസിനെതിരാണ്, ഖബ്ബഹല്ലാഹു വജ്ഹക എന്ന് പറയരുത് എന്നില്ലേ. കണ്ണിയത്ത് ഉസ്താദ് നേരെ ഒരാൾ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയല്ല ചെയ്യണത്. ചീത്ത പറയുമ്പോ പറയരുത് എന്നാണ് ആ പറഞ്ഞത് ഹദീസിലുള്ളത്. ഒരാൾ മറ്റൊരാളെ ശകാരിക്കുമ്പോ, ഒരാൾ മറ്റൊരാളെ അദബ് പഠിപ്പിക്കുമ്പോ, ഒരാൾ മറ്റൊരാളെ അടിക്കേണ്ടി വരുമ്പോ
ആ അടിയുടെ ഭാഗമായിട്ട് ദേഷ്യപ്പെടുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പറയരുത് എന്നാണ് ആ പറയുന്നത്. അതേ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു ദുഷ്ടനായ വ്യക്തിക്കെതിരിൽ, അതല്ലെങ്കിൽ ഒരു തെമ്മാടിയായ വ്യക്തിക്കെതിരിൽ, അതല്ലെങ്കിൽ സമാനമായ പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്കെതിരിൽ, ഒരാൾക്കൂട്ടത്തിനെതിരിൽ പടച്ചോനോട് ദ്വാരക്കണതോ അത് ഇതിന്റെ പരിധിയിൽപ്പെട്ടതല്ല. കാരണം നിങ്ങൾ നോക്കൂ, ഒരു സ്വഹാബി ഏതാണ് ആ സ്വഹാബി? സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർക്കെതിരിൽ അർവ ബിന്ത് ഉവൈസ് എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു ആരോപണം ഉന്നയിച്ചു. സഈദ് റളിയല്ലാഹു തആല അൻഹു എന്റെ ഭൂമി, ആ ഭൂമി അതിൽ നിന്ന് ഒരുപാട് ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ആരോപണം. എന്റെ ഭൂമിയിൽ നിന്ന് ഒരുപാട് സ്ഥലം സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അന്നഹു അഖദ ശൈഅൻ മിൻ അർദിഹാ, തന്റെ ഭൂമിയിൽ നിന്ന് നല്ലൊരു ഭാഗത്തെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. അന്ന് മദീനയുടെ വാലിൽ മദീന മർവാൻ ഇബ്നുൽ ഹക്കമായിരുന്നു. ഫഖാസമതു ഇലാ മർവാൻ ഇബ്നുൽ ഹക്കം, മർവാൻ ഇബ്നുൽ ഹക്കമിനോട് ഈ കേസ് ഉയർത്തി കാണിച്ചു, അവിടെ എത്തിച്ചു, കേസ് കൊടുത്തു. അങ്ങനെ മർവാൻ രണ്ട് കക്ഷികളെയും വിളിച്ചു. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, അർവ ബിന്ത് ഉവൈസ് എന്നവരെയും വിളിച്ചു. ആ സമയത്ത് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമി അവർ തന്നെ എടുത്തോട്ടെ. കാരണം ഒരാൾ മറ്റൊരാളുടെ ഭൂമി പിടിച്ചെടുത്താൽ, ഒരു ചാണ് പിടിച്ചെടുത്താൽ, ആ ചാണ് 7-ാം ഭൂമി വരേക്കും നാളെ പരലോകത്ത് അവന്റെ കഴുത്തിൽ മാലയായി ഇട്ടുകൊടുത്തുകൊണ്ട് അല്ലാഹു തആല അവനെ ശിക്ഷിക്കുമെന്ന് എന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അവകാശം അവർക്കുണ്ട് എങ്കിൽ അവരതെടുത്തുകൊള്ളട്ടെ. പക്ഷേ ബഹുമാനപ്പെട്ട സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ ഫഅമ്മി ബസറഹാ, അല്ലാഹുവേ അവർ പറയുന്നത്, അവർ നുണ പറയുകയാണെങ്കിൽ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തി കളയണേ. വഖ്തുൽഹാ ഫീ അർദിഹാ, അവളെ അവളുടെ ഭൂമിയിൽ തന്നെ അവളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. പറഞ്ഞ മാതിരിയാണ് സംഭവിച്ചു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിലോ സമീപത്തോ ഉള്ള ഒരു കിണറ്റിൽ വീണിട്ട് ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധരായ സഹാബിമാർ എങ്ങനെയാണ് അവർ അതിനെ പ്രവൃത്തി പദത്തിൽ മനസ്സിലാക്കിയതും മനസ്സിലാക്കി തന്നതും പകർത്തി തന്നതും എന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഓരോ ഹദീസിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് പ്രാമാണികരായ പരിശുദ്ധരായ അഇമ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആനിനെയും പരിശുദ്ധ ഹദീസുകളെയും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബിമാരും നിലകൊള്ളുന്ന സരണിയാണ് സ്വർഗ്ഗത്തിന്റെ സരണി. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ജമാഅ. അടിവരട്ടെ നമ്മൾ മനസ്സിലാക്കണം. അൽ ജമാഅത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കെട്ടായത്. ഒറ്റക്കെട്ടായത് ഏതാണ്? അവിടെ മുതൽക്ക് ഇതേവരെയുമുള്ള ഈ ഉമ്മത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നവരാര്? അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നവരാര്? മൻ ശദ്ദ ഫിന്നാർ അലൈക ബിൽ ജമാഅ ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ. ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നവർ അവരാണ് ആ സ്വർഗത്തിൽ പോകുന്നവർ. അപ്പൊ പരിശുദ്ധരായ സ്വഹാബിമാരുടെ വഴിയിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നവർ. അപ്പൊ അതിൽ നിന്ന് ഒറ്റപ്പെട്ട അഭിപ്രായവുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് 72 വിഭാഗമായിട്ട് വഴിതിരിയുക. 72 വിഭാഗം എന്ന് പറയുമ്പോൾ അവരുടെ ഉപവിഭാഗങ്ങൾ കൂടി പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അനേകായിരം വരും.
ഞാൻ അതിലേക്കല്ല പോകുന്നത്. മറ്റൊരു മറുപടി, മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസ്സവാദുൽ അഅ്ളം, മഹാഭൂരിപക്ഷം എവിടെ നിലകൊള്ളുന്നു? അപ്പൊ നബിയും സഹാബത്തും നിലകൊള്ളുന്ന സരണി, ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന സരണി, മഹാഭൂരിപക്ഷം എവിടെ നിലകൊള്ളുന്നു ആ സരണി, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏതാണ് ഏതല്ല, ഇന്ന് അതും പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ചില സംവാദങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് സംവാദത്തിന്റെ പിന്നെ അതിന്റെ ടൈറ്റിൽ എഴുതുന്ന സമയത്ത് സുന്നി മുജാഹിദ് സംവാദം എന്ന് എഴുതാൻ മുജാഹിദികൾ സമ്മതിക്കൂല. അതൊരു പുതിയ ട്രെൻഡായിട്ട്, ഞങ്ങൾ മുജാഹിദാണ് എന്ന് പറയാൻ അവർക്കൊരു വൈമനസ്യം. ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന അവകാശവാദവുമായിട്ട് വരികയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? നബിയുടെയും സഹാബത്തിന്റെയും മാർഗം എന്ന് പറയുമ്പോൾ ആ മാർഗം ഏതാണ്? അതൊരു ചോദ്യമാണ്. നബിയുടെയും സഹാബത്തിന്റെയും കാലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. 1400 കൊല്ലങ്ങൾക്ക് ശേഷമുള്ളവരാണ് നമ്മൾ. അപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നബിയുടെയും സഹാബത്തിന്റെയും മാർഗം എന്ന് പറഞ്ഞാൽ അതേത്? അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ മറുപടി തന്നു. അസ്സവാദുൽ അഅ്ളം, മഹാഭൂരിപക്ഷം എവിടെ നിലകൊള്ളുന്നു? നോക്കൂ നിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഇമാമിയങ്ങളും സ്വഹാബത്ത് താബിഈങ്ങൾ ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം നിലകൊള്ളുന്ന ആ സരണി ഏതോ? ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന സരണി. അപ്പൊ ന്യൂനപക്ഷമായി നിലകൊള്ളുന്നവർ ആരോ? അവർ വഴിപിഴച്ചവരാണ്. അവർ 72 വിഭാഗത്തിലാണ് അവർ ഉൾപ്പെടുക. മഹാഭൂരിപക്ഷമായി നിലകൊള്ളുന്ന ആളുകൾ അവർ തന്നെയാണ് നബിയുടെയും സഹാബത്തിന്റെയും പാത പിൻപറ്റുന്നവർ. അവർ തന്നെയാണ് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നവർ. അല്ലാത്തവർ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവരാണ് പിഴച്ച കക്ഷികൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 3 അടിസ്ഥാനം പരിശോധിച്ചാൽ ആ അടിസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സരണിയിൽ അപ്പൊ സുന്നിയാവാം, മറ്റേതും ആവാം, ഏതുമാവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ നടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറി അങ്ങനെ ഒന്നുമില്ലാത്തൊരു കോലത്തിൽ പോകുക എന്നുള്ളതല്ല. ശരിയായ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. കാരണം അവിടെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അവർ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ. ബാക്കിയുള്ളവർ അതിന്റെ പേരിൽ തന്നെ നരകത്ത് പോകണം. അവരിനി കള്ളുടിച്ചോളുന്നില്ല. ഒരാളൊരു പുത്തൻവാദിയായാൽ അയാൾ ഇനി നരകത്ത് പോവാൻ കള്ളു കുടിക്കണമെന്നില്ല, വ്യഭിചരിക്കണമെന്നില്ല. കാരണം എന്തുകൊണ്ട്? കാരണം ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ ആദ്യമായിട്ട് അവൻ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവിടെ വരിക? എന്തെല്ലാം ചോദ്യങ്ങളാണ് വരിക? അവിടെ വരുന്നത് ഖബറാണല്ലോ അവ്വൽ മൻസിൽ മിൻ മനാസിലിൽ ആഖിറ എന്ന് പറഞ്ഞത്. ആഖിറത്തിലേക്കുള്ള മൻസിലുകളിൽ നിന്ന് 1ാമത്തെ മൻസിൽ ഏതാണ്? ഖബറാണ്. ഖബറിലുണ്ട് ചോദ്യം, മഹ്ശറിലുമുണ്ട് ചോദ്യം. ഖബറിലും ചോദ്യമുണ്ട്, മഹ്ശറിലും ചോദ്യമുണ്ട്. പക്ഷെ ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത്? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ആ ഹദീസുകൾക്ക് മഹാന്മാരായ മുഹഖഖീങ്ങളായ ഇമാമുമാർ നൽകിയ വിശദീകരണം പരിശോധിച്ചു നോക്കുമ്പോൾ ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈമാൻ കാര്യങ്ങളെ പറ്റിയായിരിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അഖീദകളെ സംബന്ധിച്ചായിരിക്കും. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആര്? എന്തിനാണ് ഈ മൻ റബ്ബുക എന്ന് ചോദിക്കുന്നത്? ഇവൻ തൗഹീദ് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാനാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം മൻ റബ്ബുക എന്നുള്ള ചോദ്യം യുരീദു ബിഹി അത്തൗഹീദ്. മൻ റബ്ബുക എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു മാത്രം. അതാണ് തൗഹീദ്. വഹാബികൾ പറയും, നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകളും ജമാഅത്തുകാരും പറയുന്നത് എന്താണ്? അല്ലാഹു റബ്ബി എന്നുള്ളത് തൗഹീദല്ല. അല്ലാഹു റബ്ബി എന്നത് പഠിപ്പിക്കാനല്ല നബിമാര് വന്നത് എന്നാണ് അവർ പറയുന്നത്. കാരണം അല്ലാഹു റബ്ബാണ്, അല്ലാഹു മാത്രമാണ് റബ്ബ്. ഇത് അബൂജഹലിനും അറിയാമായിരുന്നു, ഫിർഔൻ അറിയാമായിരുന്നു, അതുപോലെ ഉള്ള എല്ലാ
മക്കത്തെ കാഫിരീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും എല്ലാവരും സമ്മതിക്കുമായിരുന്നത്രേ. പിന്നെ എവിടെയാണ് തർക്കമുണ്ടായത്, എവിടെയാണ് പ്രശ്നം ഉണ്ടായത്, എവിടെയാണ് തൗഹീദും ശിർക്കും വേർതിരിഞ്ഞത്? അല്ലാഹു മാത്രമാണോ ഇലാഹ് എന്ന വിഷയത്തിൽ മാത്രമാണ് തർക്കമുണ്ടായത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെയാണ് തർക്കം. അല്ലാഹു റബ്ബി അവിടെ തർക്കം ഉണ്ടായിരുന്നില്ല. അല്ലാഹു റബ്ബി അവിടെ അബൂജഹലും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. അല്ലാഹു റബ്ബി അതന്നെയായിരുന്നു ഉത്ബത്തും പറഞ്ഞിരുന്നത്. അല്ലാഹു റബ്ബി അത് തന്നെയാണ് ശൈബത്തും പറഞ്ഞിരുന്നത്. ബദർ യുദ്ധമുണ്ടായത് എന്തിന്റെ പേരിലാണ്? അല്ലാഹു റബ്ബി എന്നതിന്റെ പേരിലല്ല. കാരണം ആ വിഷയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഖുറൈശികളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ പ്രശ്നം ഉണ്ടായത്? വിളിച്ചു പ്രാർത്ഥനയിലാണ് പ്രശ്നം ഉണ്ടായത്. എന്താണ് വിളിച്ചു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കന്നെ. അപ്പൊ വിളിക്കാതെ പ്രാർത്ഥിക്കാമോ? അത് നമ്മുടെ മറുചോദ്യാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ രണ്ടാമത്തെ മറുചോദ്യാണ്. പ്രാർത്ഥനയുടെ അറബി എന്താണ്? ദുആ എന്നാണോ? ദുആ എന്ന് പറയുമ്പോൾ എന്താണ് ദുആ? ദുആ എന്നത് എന്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്? ദുആ ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നമ്മുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇബാദത്ത്? എന്താണ് ദുആ? എന്താണ് പ്രാർത്ഥന? വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്താണ്? വിളിക്കാതെയുള്ള പ്രാർത്ഥന എന്താണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട്. ഓരോ മുത്തഅല്ലിമും ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കുറിപ്പുകളായിട്ട് നമ്മുടെ നോട്ട് ബുക്കിലോ നമ്മുടെ മനസ്സിലോ എഴുതി വെക്കണം. ഒരു ബസ്സിലോ ഒരു കവലയിലോ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ആരെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ ഒരു 3-4 ചോദ്യങ്ങൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ മതി. മറുചോദ്യം. അങ്ങനെയുണ്ട്. ചില വിഷയങ്ങൾക്ക് മറുപടി അല്ല പറയേണ്ടത്. ചില വിഷയങ്ങൾക്ക് മറുപടി അല്ല പറയേണ്ടത്, മറുചോദ്യം ചോദിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്. അല്ലേ, നിങ്ങൾ കേട്ടില്ലത്? ആ ഹദീസ് ഓതിയിട്ടില്ലേ? മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? എപ്പോഴാണ് ഖിയാമത്ത് നാള് എന്ന് പറഞ്ഞു കൊടുക്കാൻ നബി തങ്ങൾ എന്ന് ചോദിച്ചിട്ടില്ല. നബി തങ്ങൾക്ക് അറിയാമായിരിക്കാം എപ്പോഴാണ് ഖിയാമത്ത് നാൾ, അതിന്റെ വർഷം ഏത്, മാസം ഏത്, ആഴ്ച ഏത്, ദിവസം ഏത്, അതിന്റെ മണിക്കൂർ എന്ത്, ഇതെല്ലാം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ നബിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല, അതിന് അനുവാദവും കൊടുത്തിട്ടില്ല. മാത്രമല്ല അതിന്റെ മറുപടി പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പാകപ്പെട്ടവരായിട്ട് ആരും തന്നെ ഇല്ലതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്താ ചെയ്തത്? മറുപടി പറയുകയല്ല ചെയ്തത്, മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. മാദാ അഅദത്ത, മാദാ അഅദത്ത ലഹ, എന്താണ് നീ അതിനു വേണ്ടി ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചത്? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഒന്നും തന്നെ അമൽ കൊണ്ട് മുന്നേറിയിട്ടില്ല നബിയെ. പക്ഷേ വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എങ്കിലും ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇന്നക മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നീ എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കിതാബിലുള്ളൊരു വിഷയമാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്ദുറുൽ മംദൂദ് എന്ന കിതാബിൽ, അതുപോലെ ഒരുപാട് ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് മാത്രമല്ല, സ്വലാത്തിനെ അധികരിപ്പിക്കാൻ, എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ. അത് സ്വലാത്തിന്റെ മജ്‌ലിസിലാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴാവാം, പല സന്ദർഭങ്ങളിലാവാം. ഇക്സാറുസ് സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമത്തു അഹ്ലിസ് സുന്നഹ്, അലാമത്തു അഹ്ലിസ് സുന്നഹ് കസറത്തുസ് സ്വലാത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് പെരുപ്പിക്കുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തിന്റെ അടയാളമാണ്. അപ്പൊ ആ അടയാളം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഒരു സദസ്സിൽ
ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ സലാത്ത് വലിയ ആവേശത്തോടുകൂടി, ഭക്ത്യാദരവോടുകൂടി, തഅലീമോടുകൂടി ചൊല്ലുന്ന ഒരു സദസ്സാണോ അത് സുന്നിയാളെ സദസ്സാണ് മനസ്സിലാക്കാം. അതേ സമയത്ത് ഇപ്പൊ അടുത്തൊരു മൗലവിന്റെ പ്രസംഗം ഇറങ്ങിയിട്ടുണ്ട്, ഒരു മൗലവിയുടെ പ്രസംഗം. ആ മൗലവിയുടെ പ്രസംഗം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ അത് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ കമന്റിൽ വന്ന ഒന്നോ രണ്ടോ ആളുകൾ എഴുതി കണ്ടു, ഇത് മൂസാ നബിന്റെ കാലത്തുള്ള ഫിർഔനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മൂസാ നബിന്റെ കാലത്തുള്ള ഫിർഔനിന്റെ ഇപ്പത്തെ ജഡത്തിന്റെ രൂപവും ഈ മൗലവിന്റെ രൂപവും ഒരുപോലെയാണ് ഏകദേശം. ആ ജഡത്തിന് താടിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഇയാൾക്ക് താടി പറഞ്ഞു പോയിട്ടില്ല, പക്ഷെ ഷെയ്പ്പ് ഏകദേശം ഒരുപോലെയാണ് എന്ന് കമന്റിൽ ആരോ എഴുതിയിട്ടുണ്ട്. അത് അയാൾ എഴുതിയതാണ്, അതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് കൊടുക്കുന്നു, നമ്മൾ ആ വാദക്കാരനായി പറയല്ല. അപ്പൊ അതില് അയാൾ പറയുന്നുണ്ട്, നാം ചോദ്യം ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നു. ചോദ്യം ചെയ്യണം. ഒരാളെ പറയുന്നത് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചാൽ അയാളെ ദൈവമാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചോദ്യം ചെയ്യണം. അത് മുഹമ്മദ് നബി ആണെങ്കിലും ശരി എന്ന് പറയുന്നു. ഒരു സ്വലാത്ത് പോലും ചൊല്ലുന്നില്ല അയാള്, അത് മുഹമ്മദ് നബി ആണെങ്കിലും ശരി. കാരണം മുഹമ്മദ് നബിയും ഒരു മനുഷ്യനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാഴ്ചപ്പാടുകാര് സുന്നല്ല. അത് ആ പറഞ്ഞത് 100% പൊട്ട തെറ്റാണ്, അത് വേറെ കാര്യം. ഞാൻ ആ പ്രയോഗത്തെ പറ്റിയാ പറയുന്നത്. ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്, ചോദ്യം ചെയ്യപ്പെടാത്തത് അല്ലാഹു ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല, അല്ലാഹുവിന്റെ റസൂലും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്തത് ആരാണ്? ദുൽഖുവൈസറത്തു തമീമിയാണ് ചോദ്യം ചെയ്തത്. ദുൽഖുവൈസറത്തു തമീമിയാണ് ചോദ്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന്റെ ഇടയില് ഏതോ ഒരു ഗനീമത്തായിട്ടോ മറ്റോ ലഭിച്ച മുതല് ഓഹരി വെക്കുക. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ ഖദർ അനുസരിച്ച്, അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച്, അതല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഇസ്ലാമിലേക്ക് കൂടുതൽ കൂട്ടി ഇണക്കേണ്ടുന്നതിന്റെ അതിന്റെ വിധാനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ചില ആളുകൾക്ക് കൂടുതൽ കിട്ടും, വേറെ ചില ആളുകൾക്ക് കുറച്ചേ കിട്ടുള്ളൂ. ഈ സമയത്ത് ദുൽഖുവൈസറത്തു തമീമി എഴുന്നേറ്റുകൊണ്ട് പറയാണ്, യഅദിൽ യാ മുഹമ്മദ്, യാ മുഹമ്മദ് പേര് വിളിച്ചുകൊണ്ടാണ്. ലാ തജ്അലു ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദ. റസൂലിനെ നമ്മൾ വിളിക്കേണ്ടത് നമ്മൾ തമ്മിൽ വിളിക്കുന്നത് പോലെ വിളിക്കാൻ പറ്റൂല. നമ്മൾ തമ്മിൽ വിളിക്കുന്നത് പോലെ നമ്മൾ അബൂബക്കറെ, മുഹമ്മദ്, കരീമെ, അഷ്റഫെ, നസീറെ എന്നിങ്ങനെ വിളിക്കുന്നത് പോലെ വിളിക്കാനുള്ളതാണോ? പക്ഷേ ഇയാൾ വിളിക്കുകയാണ്, ദുൽഖുവൈസറത്തു തമീമി വിളിക്കുകയാണ്, യാ മുഹമ്മദ് യഅദിൽ, നീതി ചെയ്യണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വേറെ റിപ്പോർട്ടിൽ കാണാം യഅദിൽ യാ റസൂലല്ലാഹ് എന്നും കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം യഅദിൽ യാ റസൂലല്ലാഹ്. അപ്പോ അയാൾ യാ മുഹമ്മദ് എന്നും വിളിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് എന്നും വിളിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ള വഹാബികളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ നാട്ടിലുള്ള വഹാബികളെന്നും സലഫികളെന്നും അഹ്ലെ ഹദീസ് എന്നും ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, മൗദൂദികൾ, തബ്ലീഗുകാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ, അവർ ഒരു വേള യാ റസൂൽ എന്ന് പറയും, വേറെ വേള മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണ്, മുഹമ്മദ് ആണെങ്കിൽ പോലും ചോദ്യം ചെയ്യണം, ഇല്ലെങ്കിൽ മുഹമ്മദ് നബിയെ നമ്മൾ ദൈവമാക്കുക എന്ന് വരും, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. അപ്പൊ ഒരേ നാവ് കൊണ്ട് ഒരേ വേദിയിലോ ഒന്നിലധികം വേദികളിലോ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ മുഹമ്മദ് എന്നും അവർ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ യഅദിൽ യാ മുഹമ്മദ്, യഅദിൽ യാ റസൂലല്ലാഹ്. അപ്പൊ അവൻ മനസ്സിലാക്കിയ, ഈ ദുൽഖുവൈസറത്തു തമീമി മനസ്സിലാക്കിയ റസൂലുള്ളാഹ് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ റസൂലുള്ളാഹയാണോ? ആ റസൂലുള്ളാഹയാണെങ്കിൽ അതേതാണ് റസൂലുള്ളാഹ്? ഇവൻ മനസ്സിലാക്കിയ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലത്തെ റസൂലുള്ളാഹയാണ്. 40 വയസ്സ് വരേക്കും ആ റസൂലുള്ളാഹ്ക്ക് ഒരു സാധാരണ മനുഷ്യരുടെ പ്രത്യേകതക്കപ്പുറം ഒരു സാധാരണ മനുഷ്യന് എന്തൊക്കെയാണ് ഉണ്ടാകുക?
നമ്മളും ജനിച്ച് 40 കൊല്ലം, ഇപ്പൊ ഞാനൊക്കെ ജനിച്ച് 40 കൊല്ലം കഴിഞ്ഞ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുള്ള ആമിന ദമ്പതികൾക്ക് ജനിച്ച് 40 കൊല്ലം വരെ ജീവിച്ച ആളാണ്. പിന്നെ എന്താ വ്യത്യാസം? എനിക്കും 40 വയസ്സായി, റസൂലുള്ളാഹിക്കും 40 വയസ്സായി, ഒരേ സ്ഥാനം. 40 വയസ്സായപ്പോ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല നുബുവത്തും റിസാലത്തും കൊടുത്തു, എനിക്കത് കിട്ടിയില്ല. അങ്ങനെ 63 വയസ്സ് വരെ നുബുവത്തും റിസാലത്തുമായിട്ട് കൊണ്ടുവന്നു. ആ ഒരു പ്രത്യേകത, മാനവരിൽ മഹോന്നതനായിട്ടുള്ള ഒരു പ്രത്യേകത റസൂലുള്ളാഹിക്കുണ്ട്. 40 വയസ്സ് വരേക്കും പ്രത്യേകതയില്ല, നബിയുടെ ജന്മത്തിൽ പ്രത്യേകതയില്ല, നബിയുടെ ഔവലിയത്തിൽ പ്രത്യേകതയില്ല, നബിയുടെ വഫാത്തിനു ശേഷം ഇനി ഖിയാമത്ത് നാൾ വരെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആകുള്ളത് എന്താണ്? 23 കൊല്ലത്തെ ജീവിതത്തിലുള്ള പ്രത്യേകത മാത്രമാണ്. ഇതാണ് എല്ലാ ബിദ്അത്തുകാരുടെയും വിശ്വാസം. പക്ഷേ അങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി പറയാൻ പോകുന്ന വിഷയം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, 5 മിനിറ്റോട് അവസാനിപ്പിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലാണെന്ന് പറയും. പക്ഷെ ആ റസൂൽ എന്ന് പറഞ്ഞാൽ 23 കൊല്ലത്തെ റസൂല് മാത്രമാണ്. എന്നാൽ അതല്ല സുന്നത്ത് ജമാഅത്തിന്റെ റസൂൽ എന്ന് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ റസൂൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? അപ്പൊ സ്വഹാബത്ത് പറയാണ്, അന്ത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോൾ ആ മറുപടിയല്ല അവിടെ ഫിറ്റായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അന മുഹമ്മദ് ബിനു അബ്ദില്ലാഹി ബിനി അബ്ദുൽ മുത്തലിബി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ, അബ്ദുല്ലാഹിയുടെ പുത്രൻ മുഹമ്മദാണ്. ഇന്നല്ലാഹ ലമ്മാ ഖലഖൽ ഖൽഖ ഫജഅലനി ഫീ ഖൈരിഹിം, അല്ലാഹു പടപ്പുകളെ പടച്ചപ്പോൾ എന്നെ അവരിൽ ഏറ്റവും ഉത്തമരാക്കി. പടപ്പുകളെ പടച്ച ആദ്യഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിനെ പടച്ചു എന്നാണ് പറയുന്നത്. ആ പടച്ചപ്പ റസൂലുള്ളാഹിനെ ഏതിനാ ഉൾപ്പെടുത്തിയത് എന്നതാണ് പിന്നീട് റസൂലുള്ളാഹി വിശദീകരിക്കുന്നത്. അതാണ് നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറയുന്നത്, സുബ്ഹാനല്ലദി അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. മങ്കൂസ് മൗലിദിന്റെ 1-ാമത്തെ വരി വെറുതെ നമ്മളിങ്ങനെ കൂടിയിരുന്ന് ചെല്ലിപ്പിരിയാനുള്ളതല്ല. ലോകത്തെ ഏറ്റവും വലിയ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശാസ്ത്രം ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ കുഴി എണ്ണുക എന്നുള്ളതല്ല. ചന്ദ്രനിൽ ഇപ്പോൾ പോയിട്ട് ഒരു സാധനം അവിടെ ഇങ്ങനെ കുഴി എണ്ണിക്കൊണ്ടിരിക്കണ്ടല്ലോ, 1, 2, 3, അവിടെ കുറച്ച് വലിയ കുഴിയുണ്ട്, ഇവിടെ കുറച്ച് ചെറിയ കുഴിയുണ്ട്. അതല്ല, പണ്ടൊരാൾ പറഞ്ഞ മാതിരി അപ്പം തിന്നാ മതി കുഴി എണ്ണണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കുഴി എണ്ണലല്ല, ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രം എന്ന് പറയുന്നത് ഔവലിയത്തു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ഔവലിയത്താണ്. ആ ഔവലിയത്തിനെ സംബന്ധിച്ച് ഖബറിൽ ചോദ്യം വരും, ആരാണ്? മാ ഹാദർ റജുലുല്ലദി ബുഇസ ഫീക, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റജുല് ആരാണ്? അതിന് മറുപടി പറയേണ്ടി വരും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? അല്ലാഹു റബ്ബി. അവിടെ അല്ലാഹു റബ്ബി എന്നതാണ് മറുപടി പറയേണ്ടത്. ആ മറുപടിയെ സംബന്ധിച്ച് ആ ഹദീസിന്റെ ശറഹുകളിൽ നമ്മുടെ ഇമാമുകൾ പറയുന്നു, യുരീദു ബിഹി അത്തൗഹീദ്, അതാണ് തൗഹീദ്, അല്ലാഹു റബ്ബി. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പല വേദികളിലും നമ്മൾ ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ബദർ യുദ്ധം ഉണ്ടായത്? ബദർ യുദ്ധം ഉണ്ടായത് അശ്ശഫാഅത ഹബലന എന്ന് അബൂജഹലും കൂട്ടരും പറഞ്ഞു. അപ്പൊ അത് പറയാൻ പാടില്ല എന്ന് റസൂലും പറഞ്ഞു. അശ്ശഫാഅത ഹബലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലന ഇൻദാഅയ സയ്യിദി ഖൈറൻ നബി, ഇങ്ങനെ
അബൂജഹലും കൂട്ടരും പറഞ്ഞപ്പോ നബി പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അത് തൗഹീദിനെതിരെ, അത് ശിർക്കാണ്. അപ്പൊ ശിർക്കും തൗഹീദും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്നാണോ? അതാണോ യുദ്ധത്തിന് കാരണം? ഒരിക്കലും അല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിന്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അവിടെ തഫ്സീറുൽ ഖുർതുബിയിൽ കാണാം, യഅനി ബിഹി അത്തൗഹീദ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്നല്ല, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രം. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് അവർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവേണ്ടി വന്നത്. അതിന്റെ പേരിലാണ് നബിക്കും സഹാബത്തിനും മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ട് ഖുറൈശികൾ മർദ്ദിച്ച് അവശനാക്കി താഴെ തള്ളിയിട്ടു. ബോധക്ഷയം വന്ന ആ ഒരു സമാനമായ ഒരു സാഹചര്യം വന്നപ്പോൾ ആരോ ഓടിപ്പോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. അഷ്റഫുൽ ഖൽഖിനെ അടികിട്ടിയിരിക്കുന്നു, അഷ്റഫുൽ ഖൽഖിനെ തച്ച് തള്ളിയിട്ടിരിക്കുന്നു, ശത്രുക്കൾ പൊരിഞ്ഞ് തല്ലിയിരിക്കുന്നു, ഓടി വരണം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്നുകൊണ്ട് അവരോട് ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യമുണ്ട്. അതഖ്തുലൂന റജുലൻ അല്ലെങ്കിൽ ഔ തദ്രിബൂന റജുലൻ, നിങ്ങൾ ഒരാളെ തല്ലുകയാണോ കൊല്ലുകയാണോ? എന്തിന്റെ പേരിൽ? യഖൂലു റബ്ബി അല്ലാഹ്, റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ റസൂലിനെ തല്ലുന്നത്, തച്ച് താഴെയിട്ടത്, തള്ളിയിട്ടത്? അപ്പൊ റബ്ബി അല്ലാഹ് എന്നുള്ളവർ തന്നെയാണ് പ്രശ്നം. പക്ഷെ നമ്മളെ നാട്ടിലുള്ള മുജാഹിദുകളൊക്കെ എന്താ പറയണത്? റബ്ബ് അല്ലാഹു ആണ്. അതില് മുശ്രിക്കീങ്ങൾക്ക് തർക്കണ്ടായിരുന്നില്ല എങ്കിൽ ഖബറിൽ വെച്ചുകൊണ്ട് എന്താണ് ചോദിക്കുക? മൻ റബ്ബുക എന്നാണോ ചോദ്യം? തർക്കമില്ലാത്ത വിഷയം ചോദിക്കോ? അപ്പൊ ഇവൻ മുഅ്മിനാണോ കാഫിറാണോ എന്ന് പരിശോധിക്കാനല്ലേ ആ ചോദ്യം. ആ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? ആ ചോദ്യത്തെ സംബന്ധിച്ച് ഇമാമുമാർ പറഞ്ഞത് യുരീദു ബിഹി തൗഹീദ്, അവിടെ തൗഹീദിനെയാണ് പരിശോധിക്കുന്നത്. യഖ്തബിറു ബിഹി തൗഹീദ്, തൗഹീദിനെയാണ് അവിടെ പരിശോധിക്കുന്നത്. ആ ചോദ്യത്തിൽ ആർക്കാണ് മറുപടി ലഭിക്കുക എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശറഹു സുദൂറിൽ രേഖപ്പെടുത്തുന്ന ഒരു ചെറിയ സംഭവം. ബഹുമാനപ്പെട്ടവർ പറയാണ്, മഹാനായ മുഹമ്മദ് ബിൻ നസ്റുദ്ദബ് സാബിർ എന്ന് പറയുന്ന മഹാൻ, മുഹമ്മദ് ബിൻ നസ്റു സായിർ, അദ്ദേഹം പറയാണ്, എന്റെ ബാപ്പ മൂല അംബി സലാത്തിൽ ജനാസ, ആര് നാട്ടിൽ മരിച്ചിക്കാണെങ്കിലും മയ്യിത്ത് നിസ്കാരത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ആളായിരുന്നു. എവിടെ മരിപ്പുണ്ടായാലും അവിടെ എത്തും. അങ്ങനെ ഒരു മയ്യത്തിനെ മറമാടി തിരിച്ചു പോരുമ്പോൾ ഇതാ ഖബറിലേക്ക് രണ്ടാളുകൾ ഇറങ്ങിപ്പോകുന്നതായിട്ട് ബഹുമാനപ്പെട്ടവർ കശ്ഫിന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആരാണ് ഈ രണ്ടാളുകൾ? കുറെ ദിവസം കഴിഞ്ഞ ഖബർസ്ഥാനിലേക്ക് മടങ്ങി വന്നു. ഒരുപാട് തവണ യാസീൻ സൂറത്ത് ഓതി, ഒരുപാട് തവണ തബാറക ഓതി. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബേ, ആരാണ് ആ ഇറങ്ങിപ്പോയ അദൃശ്യരായ രണ്ടാളുകൾ എനിക്ക് കാണിച്ചു തരണം. അപ്പോഴതാ ഖബറിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരുന്നു. അയാൾ ഓടിപ്പോവുകയാണ്. ഈ മനുഷ്യൻ പിറകെ ഓടിച്ചെന്നു. അപ്പോ ഒരുപാട് കീർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ നസ്റു സായി എന്ന് പറയുന്ന വലിയല്ലേ, മഹാനല്ലേ? അതെ. എന്നാൽ ഞാൻ മലക്കാണ്, ഞാൻ വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന മലക്കാണ്. ഞാൻ എന്തിനാണ് ഖബറിലേക്ക് ഇറങ്ങിച്ചെന്നത്? ഖബറിൽ ഒരാളെ മറമാടി കഴിഞ്ഞാൽ അവിടെ മുൻകർ നക്കീർ അലൈഹിമാ മിനല്ലാഹിസ്സലാം വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നഹ്നു മലക്കാനി മിൻ മലായിക്കിർ റഹ്മ, നഹ്നു മലക്കാനി മിൻ മലായികത്തിർ റഹ്മ, റഹ്മത്തിന്റെ മലായികത്തുകളിൽപ്പെട്ട രണ്ട് മലക്കുകളാണ് ഞങ്ങൾ. വക്കില്ലാ ബി അഹ്ലിസുന്ന, ഞങ്ങൾ അഹ്ലുസുന്ന സുന്നികളായ ആളുകള് മറമാടപ്പെട്ടുകയാണെങ്കിൽ ആ ഖബറിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലും. ഇദാ വുദിഉ ഫീ ഖുബൂരിഹിം, അവരെ ഖബറുകളിൽ വെക്കപ്പെട്ടാൽ നസല്ല, ഞങ്ങൾ ഇറങ്ങി ചെല്ലും.
ഹത്താ നുലഖിനുഹുൽ ഹുജ്ജ. മുങ്കർ നക്കീർ അലൈഹിമാ മിനല്ലാഹി സലാമിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾ ചൊല്ലിക്കൊടുക്കും, തെൽക്കീൻ ചൊല്ലിക്കൊടുക്കും. മനുഷ്യന്മാര് മാത്രമല്ല തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത്, മലക്കുകളും തെൽക്കീൻ ചൊല്ലിക്കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ മലക്ക് അപ്രത്യക്ഷനായി. അപ്പൊ ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ അഹ്ലുസ് സുന്നയാവണം. അഹ്ലുൽ ബിദ്അത്തിനോട് ചായ്വോ, അവരോട് സ്നേഹമോ, അവരോട് മമതയോ, അവരായാലും ഇപ്പൊ എന്താ കുഴപ്പം? ഒക്കെ മുസ്ലിങ്ങളല്ലേ? ഈ ചിന്താഗതി സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കാൻ നിർവാഹമില്ല. കാരണം പരലോകത്ത് രക്ഷപ്പെടാൻ, ഖബറിൽ രക്ഷപ്പെടാൻ, ആത്യന്തികമായി അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ അടിചേരുക, നമ്മുടെ അഖീദ ഉറപ്പിക്കുക. ഇത് ഓരോ മുതഅല്ലിമും വളരെ വ്യക്തമായി മനസ്സിലാക്കി ആ നിലയിൽ നമ്മുടെ കിതാബുകൾ ഓതുമ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി അത് രേഖപ്പെടുത്തി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് പ്രബോധനം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഭാഗങ്ങളിലൂടെ അതിൻ്റെ ഒരു അല്പഭാഗത്തിലൂടെ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. നമ്മുടെ സമയം ഇപ്പോൾ ഒരു ഭക്ഷണത്തിന്റെ സമയമായതുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത്ര ഉചിതമല്ലാത്തൊരു സംഗതിയായതുകൊണ്ട് ഞാൻ പറയാൻ വിചാരിച്ച വിഷയത്തിൽ നിന്നൊരല്പം പറഞ്ഞ് വാക്കുകൾ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.